ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ തിരുവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി ഒരു വാക്യം ഞാൻ വായിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 15-ാമത്തെ വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ അധ്യായത്തോടടുത്തു വരുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസി. വാസ്തവത്തിൽ ഈ പേര് മറിയയ്ക്ക് വരുവാൻ കാരണം ഗലീല തടാകത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തുള്ള പട്ടണമായിരുന്നു മഗ്ദല. മറിയ ആ സ്ഥലത്ത് നിന്നുള്ള ഒരു ദൈവത്തിൻ്റെ ദാസിയായിരുന്നു. യേശു അവളെ സൗഖ്യമാക്കിയതുകൊണ്ട് യേശുവിനോട് പ്രത്യേകമായ സ്നേഹം മറിയയ്ക്കുണ്ടായിരുന്നു. നമുക്കറിയാം, മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണുവാൻ കഴിയും, 7 ഭൂതങ്ങൾ ഈ സഹോദരിയുടെ മേലുണ്ടായിരുന്നു. യേശു അവളെ സൗഖ്യമാക്കി എന്ന് തിരുവചനം പറയുന്നു. ഒരു സൗഖ്യം കിട്ടിയ ഒരു കർത്താവിൻ്റെ ദാസി യേശുവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ് പ്രഭാതത്തിൽ ഇരുട്ടുള്ള നേരത്ത്, അതിരാവിലെ ഇരുട്ടുള്ള നേരത്ത് യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ അടക്കം ചെയ്തു എന്നറിഞ്ഞിട്ട് പോലും ആ യേശുവിൻ്റെ ശരീരം കാണുവാൻ വളരെ വേഗത്തിൽ ഓടി വരുന്ന ഒരു കാഴ്ച. ആ കല്ലറയുടെ മുൻപിലെത്തുമ്പോൾ താൻ കാണുന്ന കാഴ്ചകൾ തന്നെ വാസ്തവത്തിൽ ആശ്ചര്യമുളവാക്കുന്നു. താൻ പ്രതീക്ഷിച്ചു വന്ന ആൾ അവിടെയില്ല. പക്ഷേ എന്നാൽ കരയുന്ന മറിയയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. നോക്കൂ, ഏതോ ഒരു പട്ടണത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സ്ത്രീ യേശുവിനെ കണ്ടുമുട്ടിയ മാത്രയിൽ, യേശു സൗഖ്യം കൊടുത്ത മാത്രയിൽ യേശുവിനെ വിട്ടുപിരിയാതെ നിൽക്കുന്നു. മരണശേഷമെങ്കിലും ആ ബന്ധത്തിനൊരു മാറ്റം വരണ്ടേ? അല്ല, അതിനപ്പുറമായി ഒരു സ്നേഹം മറിയയ്ക്ക് യേശുവിനോട്. പക്ഷേ നാം ഈ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും സ്നേഹവും മറിയയുടെ സ്നേഹവും യേശുവിനോടുള്ള ബന്ധത്തിൽ താരതമ്യം ചെയ്ത് പഠിച്ചാൽ നമ്മൾ എത്ര മാർക്ക് നമുക്ക് ഓരോരുത്തർക്കും നൽകുവാനിടയായിത്തീരും. പ്രിയമുള്ളവരെ, വളരെ ശക്തമായ എതിർപ്പുകൾ യേശുവിന് വേണ്ടി ആരും ഒന്നും പറയാനില്ല, ഒരു മനുഷ്യൻ പോലുമില്ല. ശിഷ്യന്മാരെല്ലാം ഓടി ഒളിക്കപ്പെട്ടിരിക്കുന്നു. യേശു എന്ന നാമം ഒരുപക്ഷെ പിന്നെ ആരും പറഞ്ഞിട്ടുണ്ടാകത്തില്ല കുറേ നാളത്തേക്ക്. അതിനിടയിൽ അടക്കം ചെയ്ത പിറ്റേ ദിവസം, ആ ദിവസത്തിൽ ഈ വിശുദ്ധയായ പ്രിയ സഹോദരി യേശുവിനെ കാണുവാൻ ഓടി വരികയാണ്. എന്തുമാത്രം നിസ്തുല്യമായ നിർമ്മലമായ ജീവൻ ത്യജിച്ചുകൊണ്ടുള്ള ഒരു ദൈവിക സ്നേഹത്തെയാണ് നമുക്ക് മറിയയിൽ കാണുവാൻ കഴിയുന്നത്. ആ വിശുദ്ധ മറിയ തൻ്റെ ആവശ്യത്തിനു വേണ്ടിയല്ല കരയുന്നത്. എന്തെങ്കിലും ഒരു കാര്യം സാധിച്ചു, സുഖം കിട്ടി, യേശുവിനെ അങ്ങ് കളയുന്നത് പോലെയുള്ള അനുഭവമല്ല മറിയയുടേത്. എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ കിട്ടി, 4 പേരറിയേ ഞാൻ പറഞ്ഞു, യേശു മരിച്ചു, ഞാൻ എൻ്റെ വഴിക്ക് പോയി. അങ്ങനെയല്ലായിരുന്നു മറിയയുടേത്. എനിക്കൊരു വിടുതൽ കിട്ടി, ഞാൻ മാത്രം അറിഞ്ഞാൽ മതി. അങ്ങനെ ഒരു രഹസ്യ ക്രിസ്ത്യാനിയുമല്ലായിരുന്നു മറിയ. മറിയ നല്ല ബോൾഡായ, നല്ല ധൈര്യശാലിയായ, നല്ല വിശ്വസ്തയായ, എന്നെ ആര് എങ്ങനെ വിലയിരുത്തിയാലും ഐ ലവ് മൈ ജീസസ്, യേശുവിനെ ഞാൻ സ്നേഹിക്കും, ആ നിർമ്മലമായ സ്നേഹത്തിൻ്റെ ഉടമയായിരുന്നു വിശുദ്ധ മറിയ. പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ, ആഴ്ചവട്ടത്തിൻ്റെ ഈ ഞായറാഴ്ച ദിവസം പരിശുദ്ധാത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ
നാം നമ്മോട് ചോദിക്കണം, നമ്മുടെ ആരാധനയിൽ എന്തിനു വേണ്ടിയാണ് നാം കരയുന്നത്? നമ്മുടെ ആരാധനയിൽ ഒരു തുള്ളി കണ്ണുനീര് വരുന്നത് ഒരു വീടിന് വേണ്ടിയോ, ഒരു വിദേശ യാത്രയ്ക്ക് വേണ്ടിയോ, ഒരു ഭൗതികമായൊരു നന്മയ്ക്ക് വേണ്ടിയോ, നമ്മുടെ ജോലിയിലൊരു പ്രമോഷന് വേണ്ടിയോ, എന്തോ ആയിക്കോട്ടെ പ്രിയരെ, ആ നന്മകളും ഉയർച്ചകളും ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ പലരെയും അകറ്റുകയാണ് ചെയ്തതെങ്കിൽ, തിരിഞ്ഞ് നമുക്ക് മറിയയുടെ പാഠത്തിൽ നമ്മളെ ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്നത് പോലെ എന്ത് നന്മ എൻ്റെ ജീവിതത്തിലുണ്ടെങ്കിലും എല്ലാ പ്രഭാതത്തിലും എനിക്കെൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്കെൻ്റെ രക്ഷിതാവിനെ കാണണം. പ്രിയമുള്ളവരെ, നാം യേശുവിനെ എങ്ങനെയാണ് കാണുന്നത്? എനിക്കൊരു സൗഖ്യം തന്നയാൾ, എൻ്റെ പാപം മോചിപ്പിച്ചയാൾ, എൻ്റെ രക്ഷകൻ, മറ്റുള്ളവർ എങ്ങനെ കണ്ടാലും നമുക്ക് പറയുവാൻ കഴിയണം, മഹാദൈവമാണ് എൻ്റെ പ്രാണനാഥൻ. മഹാദൈവം ഇല്ലായ്മയുടെ നടുവിൽ നിന്ന് സകലത്തെയും തൻ്റെ നാവിൽ നിന്ന് വന്ന വാക്കിനാൽ ഉളവാക്കിയ ദൈവം. നാം ഇന്ന് യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ പാദപീഠത്തിലിരുന്ന് കരയുവാൻ തയ്യാറായാൽ, പ്രിയമുള്ളവരെയും, നമ്മുടെ ഏതാവശ്യവും നടത്തിത്തരാൻ മതിയായ ദൈവം. മറിയെ തേടി വന്ന ആവശ്യം യേശുവിനെ കാണുവാൻ യേശു തിരസ്കരിക്കുന്നില്ല. മറിയെ എന്ന് വിളിക്കുമ്പോൾ റബ്ബൂനി എന്ന് വിളിച്ച് തൻ്റെ ഭൃത്യന്മാരോട്, തൻ്റെ ശിഷ്യന്മാരോട് ആ ദൂത് ചെന്നറിയിക്കാൻ ആദ്യമായി ഈ ഭൂമിയിൽ ദൈവം ഒരവസരം കൊടുത്തത് ഈ കർത്താവിൻ്റെ ദാസിക്കാണ്. മറിയെ മറ്റുള്ളവർ എങ്ങനെ വിലയിരുത്തി കാണും? ഭൂതം ബാധിച്ചവൾ. ഭൂതം ബാധിക്കാൻ കാരണമെന്തെന്ന് അവർ പഠിച്ചു കാണും. ഏതൊക്കെയോ പാപം ചെയ്ത ജീവിതം എന്നൊക്കെ വിലയിരുത്തി തഴഞ്ഞ് മാറ്റിയിട്ടപ്പോൾ എൻ്റെ പ്രാണപ്രിയൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ഈ ഭൂമിയിൽ തൻ്റെ ശിഷ്യന്മാരോട് ആദ്യമായി ചെന്നറിയിക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി. നോക്കൂ, നമ്മളെ ആര് എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതല്ല, ഞാൻ എൻ്റെ യേശുവുമായിട്ട് എങ്ങനെയാണ് ബന്ധം. ആരുടെയും മുഖം നോക്കാതെ കർത്താവിനെ നോക്കി യാത്ര തുടർന്ന് ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസന്നിധിയിൽ നാം ചോദിക്കുന്നതിനപ്പുറമായി, നാം നനയ്ക്കുന്നതിനപ്പുറമായി എനിക്ക് വേണ്ടി കരുതുന്ന ആ പിതാവിൻ്റെ കരങ്ങൾ ഇനിയുള്ള നാളുകൾ, മണിക്കൂറുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.